വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ, 2-3 കറി വയ്ക്കുന്ന ചട്ടി വാങ്ങണമെന്ന്. എനിക്ക് മൊത്തത്തിൽ 2 ചട്ടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് ഒരു 5 ചട്ടി മേടിച്ചിട്ട് കേട്ടോ. ഈ ചട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് ഗ്യാസിൽ വയ്ക്കുന്ന ചട്ടിയാണ് കേട്ടോ. ഈ കളറ് ഇത് ഗ്യാസിലും വയ്ക്കാം, അടുപ്പിലും വയ്ക്കാം. ഈ കറുത്ത ചട്ടി ഒരു 3 എണ്ണവും, ചുമന്ന ചട്ടി 2 എണ്ണം, അങ്ങനെ 5 എണ്ണം വാങ്ങി. ഈ ചട്ടിയൊക്കെ ഇനി മയക്കിയാലല്ലേ അടുപ്പിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് മയക്കിയെടുക്കാം. ഇങ്ങനെ മയക്കിയെടുക്കുക, വളരെ എളുപ്പം മയക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ചട്ടി മയക്കുന്നത്, പക്ഷേ അത് ഒരുപാട് പ്രാവശ്യം കഴുകി, പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചു, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ പണ്ടേ എൻ്റെ വീട്ടിലൊക്കെ ചട്ടി മയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച്, വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. വിറകടുപ്പിൽ വെച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ലൊരു പുളി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറേ പുളിയിലയും വാരിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പുളിയില ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയൊന്നും പുളിയില, അടുത്ത സ്ഥലത്തൊന്നും പുളിയില ഞാൻ കാണാറില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം ഒരു സാധനം ഇട്ട് കൊടുക്കാം. വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു ചട്ടി കഴുകി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുളിയിലയ്ക്ക് പകരം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇത്രയും പുളി മതിയാവും. നമുക്കൊന്ന് ഞവടി പുഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചട്ടി വാങ്ങുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരുപാട് നാളായ ചട്ടിയാണ് ഇപ്പോൾ ഞാൻ 2 എണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 8-10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. ഇതുവരെ അതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ ഈ നമ്മൾ ചൂട് ചട്ടി ഇതേപോലെ മയക്കി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഉടനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അടുത്ത് ഒരുമാതിരി വെടിച്ചതുപോലെ ആയി പെട്ടെന്ന് ചോർന്ന് ചട്ടി കേടായി, പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ ഒരിക്കലും ചൂട് ചട്ടിയിൽ അത് തണുക്കാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ ഞാനത് അവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ സമയത്തിന് നമുക്ക് അടുത്ത ചട്ടികൾ ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം. ഒരു ചട്ടി നല്ല കുഞ്ഞ് ചട്ടിയാണ് കേട്ടോ. അത് ഉപ്പേരി അതും ഇതൊക്കെ വയ്ക്കാൻ നല്ല പാകമായിട്ടുള്ള ചട്ടി. ഞാൻ അടുത്ത ഒരു ചട്ടിയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ വെള്ളം എടുത്ത് കളയാൻ നമ്മൾ ഒരു ദിവസം അതിൽ തന്നെ വെച്ചേക്കണം. പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് പിടിക്കും കേട്ടോ. വെള്ളമൊക്കെ അതിൽ പിടിച്ച് ചട്ടി ഒന്ന് നല്ല സെറ്റാവണം. ഇനി നാളെ രാവിലെ, ഇതിപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട് രാത്രി, നാളെ രാവിലെ ഒരു ഓവർനൈറ്റ് മൊത്തം അതുപോലെ വെച്ചേക്കണം. നാളെ രാവിലെ എടുത്ത് കഴുകി വൃത്തിയാക്കി എണ്ണ തടവി വെച്ചിരുന്നാൽ മതി. നമുക്കെടുത്ത് ഉപയോഗിക്കാം. അല്ല ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി. നമ്മൾ ആദ്യം വെച്ച് പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ തിളപ്പിക്കണം. എന്നാലേ അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകും. പുളിവെള്ളമെന്ന് പറയുന്നത് അഴുക്കിളക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും. അതിൻ്റെ ശുശ്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി എല്ലാം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. എല്ലാ ചട്ടിയും നമുക്ക് ഇതുപോലെ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ചട്ടിയും ഞാൻ മയക്കി എടുത്തിട്ടുണ്ട്. ചൂടുണ്ട്. അപ്പോൾ ഇന്നൊരു രാത്രി വെച്ചിട്ട് നാളെ രാവിലെ കഴുകി എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരുന്നു. രാവിലെ ഞാൻ പുളിവെള്ളമൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാ എണ്ണയൊക്കെ തടവി വെച്ചേക്കുവാണ്. എല്ലാത്തിലും എണ്ണയൊക്കെ കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഈ ചട്ടി തന്നെ അങ്ങ് പിടിച്ചോളും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടെയൊക്കെ തേച്ച് കൊടുക്കാം. എണ്ണ തേച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ.